ഇന്ന് നമ്മോടൊപ്പം മീഡിയ മലയാളം ലൈവിൽ എഴുത്തുകാരിയും സംവിധായകയും ഒരുപാട് അവാർഡുകൾ, ഇപ്പോൾ 99 അവാർഡായി, ഇനി 100ാമത്തെ അവാർഡ് ഉടൻ ലഭിക്കും. അപ്പോൾ അത്രയും ഒരു പ്രഗത്ഭയായ ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ച് തന്നെ സംസാരിക്കാം. അതായത് ഇപ്പോൾ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം, അതോടൊപ്പം തന്നെ വേടൻ്റെ വിഷയങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്, ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് ഒരുപാട് അനുഭവ സമ്പത്തുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുകയാണ്, ഇത്തരത്തിൽ ഈ കുറേ കാലം ഒരുമിച്ച് നല്ല സ്നേഹബന്ധത്തിലായിരിക്കുകയും പിന്നീട് തമ്മിൽ തെറ്റുകയും ചെയ്യുമ്പോൾ ഈ ബലാത്സംഗ പരാതി എന്ന രീതിയിൽ പരാതി കൊടുക്കുന്നു. കോടതി പോലും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ വേടൻ്റെ വിഷയത്തിലും ചോദിച്ചതാണ്, നിങ്ങൾ തന്നെയല്ലേ മുൻകൈ എടുത്ത് പല സ്ഥലങ്ങളിലും പോയത്, പക്ഷേ പിന്നീട് അതൊരു ബലാത്സംഗ പരാതി കുറേയേറെ, അത് 2-3 വർഷക്കാലം ഒരുമിച്ച് ഇത്തരത്തിൽ ഇടപെട്ടതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ബലാത്സംഗ പരാതിയുമായി രംഗത്ത് വരുന്നത്. ബലാത്സംഗം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവളെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിനോട് എങ്ങനെയാണ് മാഡത്തിൻ്റെ ഒരു പ്രതികരണം? അതായത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിയോജിപ്പുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രശസ്തിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും വലിയ ആളാകാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ നിൽക്കുന്നവരോടും മീഡിയയിൽ തിളങ്ങി നിൽക്കുന്നവരുടെ നേരെ ഇങ്ങനെയൊരു എന്താ പറയുക അപവാദ പ്രചരണം. അതായത് ഇപ്പം ഒരു ആണും ഒരു പെണ്ണും ഇഷ്ടത്തോടെ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നതിനെ ഒരിക്കലും ബലാത്കാരം എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അത് അങ്ങനെ അങ്ങ് തുടർന്ന് വരുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ദുരുദ്ദേശങ്ങളുണ്ട്. അതായത് അവർക്ക് നല്ല ചാൻസ് കിട്ടാൻ വേണ്ടി ഇപ്പൊ പ്രഗത്ഭരായ ഒരുപാട് സിനിമാക്കാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പേരെടുത്ത് പറയുകയാണ് ഈ മീനു മുനീർ. അപ്പൊ അവരിങ്ങനെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ മുഴുവൻ ഇപ്പൊ ഓരോ വ്യക്തികളെയും മോശക്കാരായി കണ്ടു. പക്ഷെ അവരുടെ ആ ഒരു എന്താ പറയാ മുഖംമൂടി മാറിക്കഴിഞ്ഞപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്താ പറയാ ഇതിന്റെ അകത്ത് എത്രത്തോളം സത്യം ഉണ്ടെന്നും എത്രത്തോളം പരമാർത്ഥം ഉണ്ടെന്നും ഒക്കെ മനസ്സിലാകുന്നത്. അപ്പൊ ശരിക്കും വിയോജിപ്പുള്ള കാര്യം, ഒരിക്കലും കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ഇന്നയാൾ എന്നെ ബലാത്കാരമായി പീഡിപ്പിച്ചു അല്ലെങ്കിൽ ബലാത്കാരമായി ഉപയോഗിച്ചു, ശാരീരികമായി ദ്രോഹിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നതിനോട് ഒരിക്കലും സ്ത്രീകളുടെ സൈഡിൽ എനിക്ക് നിൽക്കാൻ യാതൊരു താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അതിനോട് യോജിക്കുന്നുമില്ല. മറ്റൊന്ന്, ഇപ്പോൾ സിനിമ അടക്കം സംവിധാനം ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമാ രംഗത്താണ് ഇത്തരത്തിൽ ഈ കാസ്റ്റിംഗ് കൗച്ച്, അതോടൊപ്പം തന്നെ കുറേ കാലത്തിന് ശേഷം പരാതിയുമായി രംഗത്ത് വരുന്നത്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമ്മയിൽ പോലും തെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വന്നത്. സ്വാഭാവികമായും ഈ ഒരു പ്രവണതകൾ സിനിമയിൽ അത് കൂടുതലായി കണ്ടുവരുന്നു. അതിനെ എങ്ങനെ നോക്കിക്കാണാം? സിനിമയിൽ അത് കൂടുതലും കണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ 100% തന്നെ സിനിമയിലാണ് കണ്ടുവരുന്നത്. ആ ഒരു പ്രവണത ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ മേഖലയിലായാലും അഭിഭാഷക മേഖലയിലായാലും കോളേജ് തരത്തിലായാലും എത്രയോ ഗുരുക്കന്മാർ ശിഷ്യകളെ പീഡിപ്പിക്കുന്നുണ്ട്. മദ്രസകളിലും ഈ പറഞ്ഞ പോലെ ക്രൈസ്തവ പുരോഹിതന്മാരുടെ ഇടയിലും അതുപോലെ തന്നെ ഹിന്ദു സമുദായത്തിലും ഇല്ലേ, അമ്പലങ്ങളിലും മോസ്കുകളിലും എല്ലാം നടക്കുന്ന ഒരു സർവ്വസാധാരണമായ ഒരു കാര്യമായിട്ട് വരികയാണ് ഇപ്പൊ പീഡനം എന്ന് പറയുന്നത്. പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഈ മാഷ് പറഞ്ഞതുപോലെ ബലാത്കാരമായി ഒരു സ്ത്രീയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിനെയാണ് ബലാത്സംഗം എന്ന് പറയുന്നത്. അപ്പൊ ഇത് സിനിമയിലുള്ള ഓരോ വ്യക്തികളുടെ നേരെ വരുന്ന ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ്. കാരണം ഇഷ്ടത്തോടുകൂടെ ഇംഗിതത്തോടെ വഴങ്ങിക്കൊടുത്തതിന് ശേഷം താൻ വിചാരിച്ച കാര്യം അത് നടക്കുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ അവർക്കെതിരെ ഇതുപോലെയുള്ള ആരോപണങ്ങൾ കൊണ്ടുവന്ന് അവരെ മാനസികമായും ശാരീരികമായും തളർത്തി ആ പ്രൊഫഷനിൽ നിന്നും മാറ്റിക്കളയുക, അല്ലെങ്കിൽ ആ പ്രൊഫഷനിൽ നിന്നും വിട്ടുകളയുക, അല്ലെങ്കിൽ എന്താ പറയുക അതിൽ തുടച്ചു മാറ്റപ്പെടുക എന്നൊരു ക്രിമിനൽ മെന്റാലിറ്റിയാണ് മിക്ക സ്ത്രീകൾക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദിച്ചു വന്ന ഒരു വളരെ ചെറുപ്പക്കാരനായിരുന്നു, വളരെ ഏജ് കുറവാണ്. അപ്പോൾ പെട്ടെന്ന് MLA ആകുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ആരോപണത്തിൽ പെടുന്നത്. ആദ്യം ഒരു നടിയാണ് രംഗത്ത് വന്നത്, നടിയോട് മോശം സന്ദേശങ്ങൾ അയച്ചു എന്ന് പറയുന്നു. പിന്നീട് ഒരു ശബ്ദ സംഭാഷണം പുറത്തു വരുന്നു, മറ്റ് ഒരു ട്രാൻസ്ജെൻഡറിന്റെ സംഭവങ്ങൾ വരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു സമയം കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് പോകും. പക്ഷെ ഇവരുടെ രാഷ്ട്രീയ ഭാവി, അവരുടെ കുടുംബം, അവർക്കൊരു അമ്മയുണ്ട്, സഹോദരിയുണ്ട്, അതാരും ചിന്തിക്കുന്നില്ല. എടുത്തു പറയാൻ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ എന്താ പറയാ വ്രണപ്പെട്ട് സമൂഹ മധ്യത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവര് വേദനയോടെയാണ് നീറിയാണ് അവര് മരിക്കുന്നത്. പക്ഷേ എല്ലാ കേസുകളുടെ കാര്യമല്ല പറയുന്നത്, മിക്കയിടത്തും സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ള വസ്തുതയും ഇതിനോട് ഒപ്പം ഞാൻ പറയുകയാണ്. ഈ സിനിമാ മേഖലകളിൽ തന്നെ അത് അവരുടെ ഇഷ്ടമില്ലാതെ തന്നെ അവരെ കീഴ്പ്പെടുത്തുന്നതാണ്. അത് നടക്കുന്നുണ്ട് ഇല്ലെന്നല്ല, പക്ഷെ എല്ലാ കേസുകളും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ പറഞ്ഞ ഭൂരിഭാഗം കേസുകളും ഇങ്ങനെ കുറെ നാൾ ഒപ്പം കഴിയുകയും അവരിൽ നിന്നും അവരുദ്ദേശിച്ച കാര്യം നടക്കുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോഴുള്ള ഒരു തുറുപ്പ് ചീട്ടാണ് ഈ പറഞ്ഞ
ഒരു പീഡനം. ഇപ്പൊ അമ്മയിൽ തന്നെ ഇപ്പൊ വനിതാ നേതൃത്വമൊക്കെ രംഗത്ത് വന്നു. ഇപ്പൊ മോഹൻലാൽ അടക്കം മാറിക്കൊണ്ട് അവർ ഇലക്ഷൻ നടന്നു, ശ്വേതാ മേനോനും ഒക്കെ രംഗത്ത് വന്നു. അപ്പൊ ആ ഒരു അതിനെ എങ്ങനെ നോക്കിക്കാണാം? അതായത് ഒരു കാലഘട്ടം മുഴുവൻ പുരുഷന്മാരുടെ കുത്തകയാണ് ഭരണം, അല്ലെങ്കിൽ സാരഥ്യം വഹിക്കുന്നത് മുഴുവൻ എല്ലാ മേഖലകളിലും പുരുഷന്മാര് ആയിരിക്കണം, എന്തെങ്കിൽ മാത്രമേ ആ ഒരു സംഘടന അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം വളരുകയുള്ളൂ എന്ന ചിന്താഗതി മാറിക്കൊണ്ട് കഴിവുള്ള സ്ത്രീകൾ, ഇപ്പൊ ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റ് ആയാൽ എന്താണ് കുഴപ്പമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവര് എന്താ പറയാ, സെൻസർ ബോർഡിന്റെ ആ എന്താ പറയാ അനുമതിയോടെ ഉള്ള സിനിമകളിലാണ് അവർ അഭിനയിച്ചിരിക്കുന്നത്. ശ്വേതാ മേനോൻ അവിടെ എങ്ങനെ തെറ്റുകാരിയാവും? കാരണം അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ ആള് മുതൽ ഡയറക്ടർ വരെ അതിന്റെ എന്തുകൊണ്ട് അവരെ പറയുന്നില്ല. അവര് സ്ക്രിപ്റ്റ് എഴുതി ഒരാൾ ഡയറക്ട് ചെയ്ത ഒരു നിർമ്മാതാവ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നടിയായിട്ട് അവർക്ക് ഇന്ന സിനിമയിൽ അഭിനയിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അങ്ങനെ അശ്ലീല ഇപ്പൊ കാമസൂത്രയുടെ പരസ്യത്തിൽ അവർ അഭിനയിച്ചു എന്ന് പറയാം, അവിടെ ചുരിദാർ ഇട്ടോ പർദ്ദ ഇട്ടോ അഭിനയിക്കാൻ പറ്റത്തില്ല. അവിടെ അവർക്ക് ആവശ്യമായ രീതിയിൽ കാമസൂത്ര എന്താണ് എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി അതിന്റെ പണം മുടക്കുന്നയാളെ പറയുന്ന അല്ലെങ്കിൽ അതിന്റെ ഡയറക്ടർ പറയുന്ന രീതിയിലാണ് അത് നമുക്ക് പൊതുജനത്തിലേക്ക് എത്തിക്കേണ്ടത്. അവിടെ അശ്ലീലം എന്നല്ല നമ്മൾ കാണേണ്ടത്. അതൊരു കലയാണ്, അതിനേക്കാൾ ഉപരി അതൊരു വാണിജ്യമാണ്. അതെന്താണെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കണമെങ്കിൽ മാത്രം അങ്ങനെ അഭിനയിച്ച്, അതുകൊണ്ടാണ് ശ്വേതാ മേനോൻ അങ്ങനെ അല്ല, അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. അതുകൊണ്ട് അമ്മയിലെ പ്രസിഡന്റ് ആകാൻ അതിന് ഞാൻ നഖശികാന്ത് എതിർത്ത ഒരു വ്യക്തിയാണ്. നമ്മൾ എഴുതുന്ന പ്രിയാഷൻ എഴുതുന്ന ഇത്രയ്ക്കിത്രയേ ഉള്ളൂ, അല്ലെ എഴുത്തുകാർ ഇത്രയ്ക്കിത്രയോ, അത് നേരെ വെച്ച് വേറെ വലിയ പ്രഗത്ഭരായിട്ടുള്ള നടിമാർ എഴുതുമായിരുന്നുവെങ്കിൽ അതിന് വാല്യൂം കിട്ടിയാലേ കുറെ ആൾക്കാരിൽ എത്തപ്പെട്ടേനെ. എനിക്ക് എന്റെ ഉള്ളിലുള്ള ആത്മനൊമ്പരങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളാണ് എന്റെ എഴുത്തുകളായിട്ട് ഞാൻ പുറത്തേക്ക് വിടുന്നത്. അത് കുറെ ആളുകൾ അത് ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ അപ്പൊ ഈ പ്രൊഫഷൻ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ ശ്വേതാ മേനോനെ ഇത്തരത്തിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജോലിയെ, ഇപ്പൊ അവരുടെ ജീവിതത്തിലാണ് അങ്ങനെയെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. അവരുടെ ജോലി അത് സെൻസർ ചെയ്ത, മാഡം സൂചിപ്പിച്ചതുപോലെ തന്നെ സെൻസർ ചെയ്ത സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ അവർ യോഗ്യല്ല എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമം, അത് ഈ സിനിമയ്ക്കുള്ളിൽ നിന്ന് തന്നെ, സിനിമാക്കാർക്കുള്ളിൽ നിന്ന് തന്നെ വരുന്നത്. ഇതിനെ എങ്ങനെ തടയാൻ കഴിയും? ഇതിനെ തടയാൻ കഴിയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിശക്തമായ തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, ഇപ്പൊ സാന്ദ്ര മേനോൻ മാഡം എന്താ പറയാ നിർമ്മാതാവ് രംഗത്തേക്ക് വരുന്നതിന് ഒരുപാട് പേര് പ്രതികൂലിക്കുന്നുണ്ട്. എന്തുകൊണ്ടൊരു സ്ത്രീക്ക് വന്നുകൂടാ? പുരുഷന്മാര് ചെയ്യുന്ന എല്ലാ മേഖലകളും സ്ത്രീക്ക് ഇന്ന് ചെയ്യാൻ പൈലറ്റ് ആകാൻ പറ്റും. തെങ്ങ് കയറാൻ വരെ പറ്റുന്ന ആ ഒരു ഇതിൽ ഒരു അതിശക്തമായ പല പല ഝാൻസി റാണികൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്, ഇല്ലേ? അവരെ പുറകിലേക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ സമ്മതിക്കാതെ പുറകിലേക്ക് അവരെ വലിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെ സ്ത്രീകൾക്ക് ഈ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും? എന്ത് ചെയ്താലും അതിനെ ഒരു ദ്വയാർത്ഥ രണ്ട് രീതിയിൽ സ്ത്രീകളെ തളർത്താൻ പറ്റും. ഒന്ന് മോശം പറയുക, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തെ അങ്ങേയറ്റം അപവാദം പറഞ്ഞ് തളർത്തുക, ഇല്ലേ? പിന്നെ ഫിസിക്കലി ആയിട്ട് പുരുഷന്മാർക്ക് എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള ശക്തിയുണ്ട് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ശാരീരികമായും മാനസികമായും ഒക്കെ വേദനിപ്പിക്കുന്ന ആ ഒരു രീതിയും കൂടെ ഉണ്ട് ഇതിന്റെ കൂടെ.